ഹലോ, അസ്സലാമു അലൈക്കും. പിന്നെ എന്തെല്ലാണ്ട് വിശേഷമൊക്കെ? സുഖല്ലേ? പിന്നെ ഇങ്ങനെ വീഡിയോ വരാൻ കാരണം എന്താ വെച്ചാല്, ഒരു 3-4 ദിവസം മുമ്പ് ഫേസ്ബുക്ക് തുറന്നപ്പോൾ ഒരു വീഡിയോ കണ്ട്. BJP പ്രവർത്തകൻ, RSS പ്രവർത്തകൻ സുരേന്ദ്രൻ, സുരേന്ദ്രൻ അവനൊരു പൊതുവേദിയിൽ വെച്ചിട്ട് ഇങ്ങനെ പറയുണ്ടായി, ബീഫ് കഴിക്കരുത്, പിന്നെ പോത്തിനറക്കരുത് എന്നൊക്കെ പറയാം. ഇനി ആരോ നായിന്റെ മോനെ ഇതൊക്കെ പറയാന്? എന്റെ തന്തന്റെ തള്ളന്റെ വീട്ടിൽ നിന്നല്ലല്ലോ ഞങ്ങൾ അറുത്തുന്നത്. ഞങ്ങൾ ഇന്ത്യൻ പൗരന് ഒരു അവകാശപ്പെട്ടതാണ് എന്ത് എന്ത് കഴിക്കണ്ടെന്ന്. അത് കഴിക്കണ്ടെന്ന് പറഞ്ഞ ആരോ? ഈ എനക്ക് വേണ്ടെങ്കിൽ തിന്നണ്ട നായെ, എനക്ക് വേണ്ടെങ്കിൽ തിന്നണ്ട. ഞങ്ങളെ തീറ്റിക്കാക്കാനും ഈ നോക്കും വേണ്ട. പിന്നെ ഈ വേറെ ഡയലോഗും കൂടി അടിച്ചിട്ടുണ്ട്, അതേത് മലപ്പുറത്തായാലും സമ്മതിക്കൂലാന്ന്. ഇതൊക്കെ പറയാ ഇനി ആരോടോ? ഞങ്ങൾ ഇതൊന്നൊരു മൈൻഡ് ചെയ്യില്ല. പിന്നെന്താ അറിയോ, ഇതൊക്കെ കേട്ടിട്ട് ഇങ്ങനെ മിണ്ടാതിരിക്കാൻ നമുക്ക് തോന്നുന്നില്ല. പിന്നെ ഞാനിപ്പോ വർക്ക് ചെയ്യുന്നത് സൗദിയിലാണ്. ഇപ്പൊ ഉള്ളത്. എനിക്ക് ഇപ്പൊ നമ്മൾ നാട്ടിലുണ്ട്, എന്റെ കയ്യിൽ കുറച്ച് പൈസ ഒക്കെ ഉണ്ട്. നായിന്റെ മോനെ നിന്റെ മുമ്പിൽ വെച്ചിട്ട് ഒന്നല്ല നല്ല 9 നല്ല പോത്തും കുട്ടികളെ അറുത്തിട്ട് അതിലൊരു കീസ് പാർസൽ നിന്റെ വീട്ടിൽ വെക്കും. അത് നീ ഇതുവരെ കഴിച്ച നല്ല എല്ലും ബസലയില്ല പോത്തിറച്ചി ഒന്നല്ല, നല്ല 1-ാം തരം നല്ല കിടിലം നല്ല പോത്തിറച്ചി. പിന്നെ ഇങ്ങനെ വീഡിയോയിൽ വന്നിട്ട് നിന്നെ തെറി വിളിക്കുന്നത് നല്ല ബോറാണെന്ന് അറിയാഞ്ഞിട്ടല്ല, പക്ഷെ ഇതിലാറ് ബോറാടോ നിന്റെ പ്രസംഗം. ഇനി ഏത് RSSന്റെയും BJPന്റെ പ്രവർത്തകനായാലും വേണ്ടില്ല. ഇത് പാർട്ടി ബേസിൽ പറയുന്നല്ല, ഞാൻ ഒരു പാർട്ടിയിലും താല്പര്യമില്ലാത്ത ആളാണ്. പക്ഷെ നിന്റെ ഒലക്കമ്മല വീഡിയോ കണ്ടിട്ട് ഇങ്ങനെ ഒരു ഡയലോഗ് പറയാതിരിക്കാൻ വയ്യ. കേരളത്തിൽ പ്രതികരണശേഷി നഷ്ടപ്പെടാത്ത ഒരു കൂട്ടം ചെറുപ്പക്കാർ ഇപ്പോഴും ഉണ്ടോ? യെസ് വി ആർ എക്സിസ്റ്റ് കേട്ടില്ല നീ? എന്റെ മുഖക്കൊന്ന് ശരിക്ക് കണ്ടോ? അതാകണേ എനിക്ക് എന്തെങ്കിലും ചെയ്യാനോ കേസ് കൊടുക്കാനോ ഉണ്ടെങ്കിൽ ശരിക്ക് കേസ് കൊടുത്ത ഒരു പേടിയും ഒരു ബേജാറില്ലാത്ത ആളാണ്. മലപ്പുറം എടവണ്ണ, ഇതാണ് എന്റെ സ്ഥലം. ഞങ്ങളെ നാട്ടിലുണ്ടോ നല്ല അടിപൊളി നല്ല കൈക്കരുത്തും നല്ല ചുണക്കുട്ടികൾ ഞങ്ങളെ നാട്ടിലുണ്ടോ? നമ്മളെ നാട്ടിലൊക്കെ വന്നിട്ട് ഇങ്ങനെ 4 ഡയലോഗ് അടിച്ചു നോക്കിയാ ഈ മര്യാദക്ക് എന്റെ വീട്ടിൽ എത്തൂല. എന്റെ പെണ്ണുങ്ങളെയും കുട്ടികളെ ഈ മര്യാദക്ക് കാണൂല. ഓൻ വന്നിട്ട് ഡയലോഗ് അടിക്കുക. മലപ്പുറത്താണെങ്കിലും പോത്തിനെ അറുക്കാൻ അയക്കൂല, ഇറച്ചി തിന്നാൻ പാടില്ല പറഞ്ഞാണ്ട് എന്തേലും അങ്ങനെ ഒരു വീഡിയോയില് നമ്മളെ കുടുംബക്കാരും ഫ്രണ്ട്സും നമ്മളെ സഹോദരങ്ങളൊക്കെ കാണേണ്ട വീഡിയോ ആണ്. ഇങ്ങനെ പറയണ ഭയങ്കര മോശമാണെന്ന് അറിയത്തില്ല. പക്ഷെ ഇങ്ങനെ ഒരു വീഡിയോ ഇട്ടിട്ടില്ലെങ്കിൽ നമ്മൾ ആരെങ്കിലും ഒക്കെ ഒന്ന് പ്രതികരിക്കണ്ടേ? ഇവനിങ്ങനെ ഓരോ വീഡിയോ ഇട്ട് നമ്മളിങ്ങനെ കണ്ടുനിന്നാ മതിയോ? പോത്തിന് തിന്നാൻ പാടില്ല, താടി വെക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞ് കുറെ ടീമുണ്ട്. നിങ്ങൾക്കൊക്കെ പോയി ചത്തുറോ നായ്ക്കളെ. നിങ്ങൾ കുറച്ച് ടീം ഇറങ്ങിയിരിക്കണം. മര്യാദക്ക് നിങ്ങളിപ്പോ ഭരണ രാജ്യത്ത് നിങ്ങളെ BJPന്റെ കയ്യിലാന്ന് വിചാരിച്ച് മര്യാദക്ക് നേരെ ഇന്ത്യ ഭരിക്കാൻ നോക്കല്ലാതെ മറ്റേ ബീഫ് തിന്നണ്ടെന്നൊക്കെ പറഞ്ഞവരെ കേസിന് ഇറങ്ങും നിങ്ങള്. പിന്നെ ഇത് ഒരു കമന്റ് അടിക്കുക, ലൈക്ക് അടിക്കുക, അതിനൊന്നും വേണ്ടിയല്ല ഞാൻ ഈ വീഡിയോ ഇട്ടത്. ഇത് എങ്ങനെയെങ്കിലൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് ആ നായിന്റെ മോനൊന്ന് കേൾപ്പിക്കണം. ഓനെ ഇത് കാണണം. ഇങ്ങനത്തെ ഒരു 3-4 വീഡിയോ കണ്ടാലാണ് ഓനൊക്കെ ഒന്ന് മനസ്സിലാക്കുള്ളൂ. ഇപ്പോഴും പ്രതികരണശേഷി നഷ്ടപ്പെടാത്ത നല്ല ചുണല്ല ആൺകുട്ടികള് കേരളത്തിൽ ഉണ്ട് എന്ന് അവനറിയണം. കേട്ടോ നായിന്റെ മോനെ സുരേന്ദ്ര.